ഹായ് ഓൾ, എല്ലാവർക്കും മിഷൻസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ബീഫും കായും കറി വെച്ചാലോ? അല്ലേ? എല്ലാവരും വെച്ചിട്ടുണ്ടാവും, എനിക്കറിയാത്. എന്നാലും എൻ്റെ ഒരു സ്റ്റൈലാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് തുടങ്ങിയാലോ? ഞാൻ ഓൾറെഡി ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു 1 കിലോ ബീഫാണ്. അതിൻ്റെ കൂടെ ഒരു 3 നേന്ത്രക്കായാണ് എടുത്തിരിക്കുന്നത്. നമുക്കത് രണ്ടും വേവിച്ചെടുക്കാം. ആദ്യം ഞാൻ ഓൾറെഡി അതെല്ലാം അരിഞ്ഞു വെച്ചിരുന്നതാണ്. അതിൻ്റെ കൂടെ നമുക്ക് കറിവേപ്പില ആഡ് ചെയ്യാം. അതിൻ്റെ കൂടെ നമുക്ക് ഒരു 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി. എൻ്റെ ടീസ്പൂൺ ചെറുതാണ്, അതുകൊണ്ടാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 2-3 ടീസ്പൂൺ ഗരം മസാലയുടെ സ്പൂൺ എൻ്റെ ചെറുതായതുകൊണ്ട് മാത്രം ഞാൻ 3 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഗരം മസാല ഞാൻ പൊടിച്ചതാണ്, പുറത്തുനിന്ന് മേടിച്ചതല്ല. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് നമുക്ക് യോജിപ്പിക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർക്കണം കേട്ടോ. അതിന് ശേഷം കറി ആയതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക, നമുക്കത് വേവിക്കാം. അതിന് ശേഷം നമുക്കതിലേക്ക് ചേർക്കാനായിട്ട് പാനിൽ കുറച്ച് എണ്ണ ഒഴിക്കുക. ഞാൻ ഉള്ളിയും സബോള എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു പിടി. അതുപോലെ തന്നെ ഇത് 4 സബോളയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ കുറച്ചുകൂടെ കറിവേപ്പില ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് നമുക്കത് വഴറ്റിയെടുക്കാം. അതിനുശേഷം നന്നായിട്ട് വഴന്നതിന് ശേഷം നമുക്ക് അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 2-3 ടീസ്പൂൺ മസാലപ്പൊടി. കാരണം നമുക്ക് മസാല കുറച്ച് മുന്നിലായാലും കുഴപ്പമില്ല, ബീഫ് കറിയല്ലേ, ഇരിക്കട്ടെ. അപ്പോൾ എന്തായാലും നമുക്കതെല്ലാം വഴറ്റിയെടുക്കാം. കുറച്ച് ശകലം ഉപ്പ് ചേർക്കാം. കാരണം ഓൾറെഡി നമ്മൾ ബീഫിൽ കുക്കറിൽ ഇട്ടപ്പം നമ്മളിതെല്ലാം ചേർത്തതാണ്, അതുകൊണ്ട് ആവശ്യത്തിന് ചേർക്കുക. എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് ചെയ്യാം. അതിൻ്റെ കൂടെ ഞാൻ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിലോട്ട് ഒരു തക്കാളി ആഡ് ചെയ്തിട്ടിട്ട് പേസ്റ്റ് ആക്കിയിട്ടുണ്ട്, അതും കൂടി ആഡ് ചെയ്യാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും കായും കൂടിയിട്ട് നമുക്കിതിലോട്ട് ആഡ് ചെയ്യാം. എന്നിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് തിളപ്പിച്ചെടുക്കുക. നമുക്ക് കിട്ടിയ ബീഫ് നല്ല നെയ്യുള്ളതായിരുന്നുകൊണ്ട് തന്നെ തിളച്ച് വന്നപ്പോഴത്തേനും നമുക്ക് നല്ലൊരു മണവും ടേസ്റ്റും എല്ലാം ഉണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് നമ്മൾ ടേസ്റ്റ് ചെയ്യുമല്ലോ, പറയാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ. താങ്ക് യു.